ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 43, ഹിന്ദിക്ക് 6 മാർക്കും ബയോളജിക്ക് 3 മാർക്കും കൂടിയിരുന്നെങ്കിൽ ശരാശരി 44 ആകുമായിരുന്നു. എങ്കിൽ ആകെ വിഷയങ്ങളുടെ എണ്ണം എത്ര? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വിഷയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു കുട്ടിക്ക് കിട്ടിയ ശരാശരി മാർക്ക് ഇത്ര, ആ കുട്ടിക്ക് 2 വിഷയങ്ങളിലോ 3 വിഷയങ്ങളിലോ അല്ലെങ്കിൽ എത്രയെങ്കിലും വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞിരുന്നുവെങ്കിൽ ശരാശരി ഇത്ര കുറയുമായിരുന്നു. എങ്കിൽ ആകെ വിഷയങ്ങളുടെ എണ്ണം എത്ര? ആ രീതിയിലും ഈ പ്രോബ്ലം ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വ്യത്യാസം വരുന്നത് ആകെ കൂടിയ മാർക്ക് എന്നതിന് പകരം ആകെ കുറഞ്ഞ മാർക്ക് ഡിവൈഡഡ് ബൈ കുറഞ്ഞ ശരാശരി എന്നായിരിക്കും. പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് വിഷയങ്ങളുടെ എണ്ണം ഈക്വൽ ടു ആകെ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. ഇവിടെ ഹിന്ദിക്ക് 6 മാർക്കും ബയോളജിക്ക് 3 മാർക്കും കൂടിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ കൂടുകയാണെങ്കിൽ 6 + 3 9 മാർക്ക് കൂടുമായിരുന്നു. എങ്കിൽ ശരാശരി 43-ൽ നിന്ന് 44 ആകും. ഇത് ശരാശരി 1 കൂടുമായിരുന്നു. എങ്കിൽ ഈ മാർക്കും ശരാശരിയിലെ വ്യത്യാസം ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 6 + 3 ഡിവൈഡഡ് ബൈ 1, ശരാശരിയിലെ വ്യത്യാസം 1. അപ്പോൾ 9/1 9 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഇത് വിഷയങ്ങളുടെ എണ്ണം 9.